ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർമാരില്ലാത്ത അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നല്ലവരായ ജനാധിപത്യ വിശ്വാസികളായ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യും. നഗരസഭയിൽ തകർന്നു കിടക്കുന്ന PWD റോഡുകളും കൊട്ടാരക്കര നഗരസഭയിൽ തകർന്നു കിടക്കുന്ന PWD റോഡുകളും ഗ്രാമീണ റോഡുകളും സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കൊട്ടാരക്കര മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ മാർച്ചാണ് വഴിത്താളിലൂടെ കടന്നുവരുന്നത്. പ്രകാശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് ഭീഷണിയായി മാറിയിരിക്കുന്ന തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കൊട്ടാരക്കര മുനിസിപ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുസ്ലിം മേൽപ്പാലത്തിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വഴിത്താറിലൂടെ കടന്നു വരുന്നത്. മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ടാണ് ശക്തമായ ഒരു സമര പരിപാടിയുമായി ഞങ്ങൾ വന്നത്. ഇത് ഇനി വീണ്ടും നമുക്കറിയാം 5 ദിവസം മുസ്ലിം സീറ്റ് വഴിയുള്ള ഈ റോഡ് ഗതാഗതം മുടക്കിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പുനരുദ്ധാരണ വർക്ക് ഇവിടെ നടത്തിയത്. പക്ഷെ അത് അമ്പയെ പരാജയമായെന്ന് മനസ്സിലായി. അതിന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ബാക്കി ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞു പോയി. ഇവിടുത്തെ യാത്രക്കാർ മാത്രമല്ല, ഇവിടെ താമസിക്കുന്ന സമീപവാസികൾക്ക് പോലും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ മഴ മാറിക്കഴിഞ്ഞാൽ പൊടി കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. മഴയാകുമ്പോൾ കുഴി അറിയാതെ വന്നൊരു ഇരുചക്ര വാഹനക്കാർ ഉൾപ്പെടെ കുഴിയിൽ വീണ് പരിക്ക് പറ്റുന്ന അവസ്ഥ. ഇതിനൊരു പരിഹാരം കാണാൻ ഈ ധനകാര്യമന്ത്രിക്കും മുനിസിപ്പാലിറ്റിക്കും കഴിയുന്നില്ലെങ്കിൽ ഇവരൊക്കെ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. അതുകൊണ്ട് ഒരു പ്രതീകാത്മകമായ ഒരു സമരമാണ് മുനിസിപ്പാലിറ്റിയിലെ 2 മണ്ഡലം കമ്മിറ്റികളോട് ചേർന്ന് ഇവിടെ ഇപ്പം നടത്തിയിരിക്കുന്നത്. ഇനിയും ഇവർ മിണ്ടാതിരുന്നാൽ ബാക്കി ഞങ്ങൾ ടിപ്പർ ഉൾപ്പെടെ മണ്ണും മറ്റു കാര്യങ്ങളും കൊണ്ടുവന്ന് ചുടുകട്ടയും കൊണ്ടുവന്ന് ബാക്കി കുഴികളിലൂടെ നടത്താൻ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാണെന്ന് കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണു തുറന്ന് ധനകാര്യമന്ത്രി കാണണം. സമഗ്ര കൊട്ടാരക്കര തട്ടിപ്പാണ്. സമഗ്ര കൊട്ടാരക്കര എന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു സംഭവമാണ്. ഈ നഗരസഭയും അതേപോലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ വിഴുങ്ങി. അവർ നഗരസഭയിൽ ഒരു കാര്യവും നടക്കുന്നില്ല. അഴിമതി മാത്രമാണ് ഈ നഗരസഭയിൽ നടക്കുന്നത്. ഇവിടെ അതുകൊണ്ടാണ് ഞങ്ങൾ ശക്തമായ പ്രതിഷേധം നടത്തുന്നത്. ഇത് ഇവിടെ കൊണ്ട് തീരില്ല. ഇത് ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം ഞങ്ങൾ നോക്കും. അത് കഴിഞ്ഞ് ഇത് നടന്നില്ലെങ്കിൽ കോൺഗ്രസ് തന്നെ ഏറ്റെടുത്ത് ബാക്കി കുഴികൾ മണ്ണുൾപ്പെടെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഈ കുഴികൾ അടയ്ക്കുന്നതായിരിക്കുമെന്ന് ഞങ്ങൾ പറയുകയാണ്. ഒരു വ്യക്തി, ഒരു ഗിരിജ എന്ന് പറയുന്ന ഒരു പഴയ കോൺഗ്രസ് പ്രവർത്തക ഇവിടെ സമരം ചെയ്തതിൻ്റെ പേരിലാണ് ഇത്രയും ഭാഗം അന്ന് നടത്തിയത്. ബാക്കിയെല്ലാം വിട്ടിട്ട് പോയി. അപ്പോൾ അതേപോലെ സമരം ശക്തമായാൽ മാത്രമേ ഇവിടെ കണ്ണു തുറക്കുകയുള്ളൂ അധികാരികൾ. അതുവേണ്ടിയാണ് ഈ സമരം നടത്തുന്നത്. ബാലഗോപാലിന്റെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയാണ് സമരം നടത്തുന്നത്. മുനിസിപ്പാലിറ്റിയുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയാണ് ഈ സമരം നടത്തുന്നത്. അതുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. ഇവിടെ ജനങ്ങൾ ഇനി വീണ് ഒരാൾക്കും പരിക്ക് പറ്റാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഈ സമരം ഇന്നിവിടെ നടത്തിയത്. അഴിമതിയാണ്.